ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലും പേപ്പറിലുമൊക്കെ കാണുന്നുണ്ട്, സഭകളിൽ ഒക്കെ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വഴക്കും സസ്പെൻഷനും കോടതി ഉത്തരവും ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രയാസം തോന്നാറുണ്ട്. എല്ലാവരും കർത്താവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്നതും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്നതും ചെയ്യുന്നതുമായിട്ട് ഇത്തിരി ഡിഫറൻറ്റ്. എല്ലാവർക്കും അവരവരുടെ ന്യായങ്ങൾ കാണും. രണ്ട് കൂട്ടർ പറയുമ്പോഴും തോന്നും അവർ പറയുന്നത്, ആദ്യം പറയുന്നപ്പോൾ നമുക്ക് തോന്നും അവർ പറയുന്നത് ശരി, രണ്ടാമത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് തോന്നും അതാ ശരി. ഇതിൽ ഏതാ ശരി? ഏത് ശരിയാണെങ്കിലും ഒരു കാര്യം ഓർത്തോളം, കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവഹിതപ്രകാരമുള്ളൊരു സഭ ഇത് ഇങ്ങനെയൊന്നും അല്ല. അവിടെ ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം സഭയെന്ന് പറയുമ്പം ഒരു ശരീരവും തമ്മിൽ അവയവമാണ് എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈ വലത്തെ കൈ ഇതെല്ലാം ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്താലോ, അല്ലെങ്കിൽ ഈ കൈയിൽ നിന്ന് ചെളി വരി ഈ കയ്യിലോട്ട് എറിഞ്ഞു കൊണ്ട് ഇതെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞു, ആരാ വേദനിക്കുന്നത്? ശരീരം ഒന്നിച്ചാണ് വേദനിക്കുന്നത്. അതിൻ്റെ ശിരസ് ക്രിസ്തു, നമ്മുടെ തലയിരിക്കുന്ന പോലെ തന്നെ ജീസസ് ക്രൈസ്റ്റാണ് അതിൻ്റെ ഹെഡ്. ഇതല്ലേ വാസ്തവത്തിൽ നടക്കുന്നത്. അപ്പോൾ സഭ എന്താണെന്നോ കർത്താവ് എന്താണ് സഭയെക്കുറിച്ച് ഉദ്ദേശിച്ചതെന്നോ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരസ്യമായിട്ട് കിടന്ന്, അതിനൊരു സഭയെ മാത്രമല്ല പറയുന്നത്, അതിപ്പോൾ പെന്തക്കോസ്ത് സഭയായാലും ശരി, കൺവെൻഷൻ സഭയായാലും ശരി, എല്ലായിടത്തും ഈ പ്രശ്നം. ആരും ഞാൻ മോശക്കാരല്ല. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നതിന് മുമ്പേ നമ്മൾ ഓർത്തോളം ഇത് ദൈവികമല്ല. ഇതോടെ ഈ തർക്കങ്ങളും ഈ അധികാര പടംവലിയും അല്ലെങ്കിൽ ഈ പറയുന്ന ന്യായവാദങ്ങളും ഒന്നും ഒരു കർത്താവിൻ്റെ സഭയിൽ ഉണ്ടാകത്തില്ലെന്നല്ല പറയുന്നത്. പക്ഷേ അത് പുറത്തോട്ട് വലിച്ചിട്ട് പരസ്യമായിട്ട് അലക്കി സോഷ്യൽ മീഡിയയിൽ കൂടെ ആഘോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ആരുടെ നാമം ദുഷിക്കപ്പെടുന്നത്? കർത്താവിനെ അറിയാത്ത, അല്ലെങ്കിൽ നമ്മളിൽ കൂടെ കർത്താവിനെ അറിയേണ്ടുന്ന ഒരു ജനത്തിൻ്റെ മുമ്പാകെ നമ്മൾ കിടന്ന് കാണിക്കുന്ന ഈ പ്രവൃത്തികൾ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുത്തില്ല. അവർ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് അവരോട് സുവിശേഷം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ നമ്മൾ അവരോട് പറയുന്നില്ല. ഇനി എപ്പോഴെങ്കിലും ഒരവസരം കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നില്ലേ, നിങ്ങളെന്തേ കാണിച്ചോണ്ട്? നമ്മളൊരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് കുടുംബത്തിനുള്ളിലല്ലേ തീർക്കുന്നത്. അത് പുറത്തോട്ട് പോയി നാട്ടുകാരുടെ മധ്യസ്ഥതയിൽ കോടതിയിൽ പോയെങ്കിൽ ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു കാരണവശാലും ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അതിനുള്ള ഐക്യതയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്നേഹം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല, സംസാരിച്ചാൽ തീരത്തില്ല. അതുകൊണ്ട് ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത മൂന്നാമതൊരാൾ, ഒന്നുകിൽ ഒരു രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ കോടതി, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സമുദായത്തിൽപ്പെട്ട ആരുടെയും മധ്യസ്ഥത. എത്ര കഷ്ടമായ അവസ്ഥയാണ്. വചനം പ്രത്യേകം പറയുക, കഥ പറയുന്നത് കാര്യം, നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടാക്കുമ്പോൾ ഒരു വിജാധീന ന്യായാധിപൻ്റെ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്ത ഒരു ജഡ്ജിയുടെ അടുത്തോട്ടോ ഒരാളുടെ അടുത്തോട്ടോ പോകരുത്. കാരണം നിങ്ങൾക്ക് ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആരുടെ പക്ഷത്താണ് നീതി എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അല്ലെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയാണ് ചെയ്യേണ്ടത്, എന്താണ് ക്ഷമിക്കേണ്ടത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് ബോധ്യം തരും. അല്ലാതെ റോഡിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഇരുന്നൊരു പ്രാർത്ഥനായജ്ഞം നടത്തുക, വലിയ മുദ്രാവാക്യം വിളിക്കുക, മറ്റുള്ള എതിർ പാർട്ടിയിൽപ്പെട്ടവരെ വാണത്തെ കയറ്റി വിടുക. ഞാൻ ആരുടെയും പക്ഷം പിടിക്കില്ല, എനിക്ക് ആരുടെ ഭാഗത്താണ് നീതി എന്ന് അറിയത്തില്ല, അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ വിഷമം കൊണ്ട് പറഞ്ഞാണ്, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇതൊക്കെ കണ്ട് ഇതിൻ്റെ കൂടെ ഭാഗമാക്കുമ്പോൾ ഓർത്തോണം, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഓർക്കുന്ന ഇതൊക്കെ നമ്മൾ സഭയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നതെന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ രക്തം ഒന്ന് തിളക്കിയ നമ്മുടെ ആ ഒരു എന്താ പറയുക ആവേശം പോലെ, ആവേശം
എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ്? കർത്താവ് പറഞ്ഞു ആവേശമുള്ള കർത്താവ് ആലയത്തിൽ കയറി ശുദ്ധീകരിച്ച് യേശു ക്രിസ്തു എപ്പോഴാണെന്നറിയാം? ആലയത്തെ അശുദ്ധമാക്കുന്നത് കണ്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ ആലയത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നത് കണ്ടപ്പം കർത്താവ് ചാട്ട പറഞ്ഞത് ഒരിക്കൽ മാത്രമേ കർത്താവ് വയലൻ്റ് ആയിട്ടുള്ളൂ. എല്ലാത്തിനും അടിച്ച് പുറത്താക്കി. എൻ്റെ പിതാവിൻ്റെ ആലയം അത് ആരാധനയ്ക്കുള്ളത്, അത് വിശുദ്ധ സ്ഥലമാണ്. പഴയ നിയമത്തിലെ കാര്യം പറയുന്നു. ഇന്ന് ആലയം നമ്മൾ തന്നെ അതിനേക്കാൾ ഒത്തിരി മുകളിൽ നമ്മൾ നിൽക്കുന്നത്. ആലയത്തിനേക്കാൾ പ്രസക്തിയാണ് നമ്മുടെ ശരീരത്തിന്. കാരണം ദൈവം വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അപ്പോൾ നമ്മളതിൽ നിന്നും കോപം, ക്രോധം, വെറുപ്പ്, വിദ്വേഷം, അട്ടഹാസം ഇതെല്ലാം വരുമ്പോൾ ആലോചിച്ച് കഴിഞ്ഞു എത്രമാത്രം അതിനെ അശുദ്ധമാക്കുക. അപ്പം നമുക്ക് നമ്മുടെ ന്യായീകരണമാണ്, നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുകയാണ്, നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കുകയാണ്. നമ്മൾ പിടിച്ചില്ലെങ്കിൽ ആര് കർത്താവിനെ സംരക്ഷിക്കും? ഇതെല്ലാം കർത്താവിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു റീസണിങ്. വെറും പൊള്ളയാണ് കേട്ടോ. കർത്താവ് അതിനകത്തൊന്നും ഇമ്പ്രസ്ഡ് ആകത്തില്ല. നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോയി. എന്ത് വിശ്വാസത്തിന് വേണ്ടി പോരാടിയത്? നിങ്ങളൊരു പക്ഷം ചെയ്തു. വിശ്വാസം വേണ്ടി പോരാടുന്ന എങ്ങനെ അറിയോ? പരിശുദ്ധാത്മ വ്യക്തമായിട്ട് നമ്മളോട് പറയും. പരിശുദ്ധാത്മ എപ്പോഴും എന്താ പറയുന്നത്? പിടിച്ചു പഠിക്കാറോ? വിട്ടുകൊടുക്കുക. കർത്താവ് പറഞ്ഞെന്താ? നിന്നോടുകൂടെ ഒരു മുഴം അല്ലെങ്കിൽ ഒരു ഫർലോങ് നടക്കാൻ പറയുന്നതിനോട് 2 ഫർലോങ് നമുക്ക് നേക്കാം. നിന്റെ മേൽക്കുപ്പായം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പുതപ്പ് ചോദിക്കുന്നതിന് പുറംകുപ്പായം കൂടെ കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ ആ വിട്ടുകൊടുക്കല കർത്താവ് പറഞ്ഞത്. ഇല്ല പിടിച്ചടക്കുകയും പിടിച്ചു മേടിക്കുകയും ഇല്ല. ബാക്കി അടുത്ത പ്രശ്നം പറയാം. കർത്താവ് അനുഗ്രഹിക്കും.